ഹായ് ഹോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗുമായിട്ടാണ്. എൻ്റെ ഒരു ദിവസത്തെ ക്ലീനിങ്ങും കുക്കിങ്ങും പിന്നെ ചെറിയ ചെറിയ വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സാധാരണ ഒരു ദിവസത്തെ ചെറിയ വ്ളോഗുമായിട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകാം. അങ്ങനെ ഇന്നത്തെ ദിവസം രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ചായ കുടിയും ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. കുറേ കാലമായി മഴയോട് മഴയായിട്ട് ഫുള്ള് മുറ്റമൊക്കെ പുല്ല് മൂടി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. ഇനി പുറത്തെ ഭാഗം കൂടി കുറച്ച് ക്ലീൻ ആക്കാനുണ്ട്. കാടൊക്കെ കയറിയത് അതൊക്കെ മഴയൊക്കെ ഒന്ന് നിന്ന് കിട്ടിയാലല്ലേ അങ്ങനത്തെ പണിയൊക്കെ എടുക്കാൻ കഴിയും. കുറേ കാലമായിട്ട് വീട്ടിൻ്റെ ഉള്ളിലുള്ള കാര്യം മാത്രമേ ഇപ്പം ചെയ്യാറുള്ളൂ. എല്ലാവരുടെ അവസ്ഥയും അത് തന്നെ ആയിരിക്കും. മുറ്റമൊന്നും അടിക്കാൻ പറ്റാതെ അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഇന്ന് മൊത്തത്തിലെല്ലാം കൂടി ഒന്ന് പുല്ലൊക്കെ കളഞ്ഞിട്ട് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൃത്തിയായിട്ട് കാണുമ്പം തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. എനിക്കെന്ന് പറഞ്ഞാൽ പണ്ട് മുതൽക്കേ വീട്ടിലുള്ള പണിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എവിടെയെങ്കിലും വൃത്തികേടായിട്ടുള്ള ഭാഗം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അതിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പണ്ട് മുതലേ കാട് കയറിയിട്ട് കാണുമ്പോൾ മുറ്റത്ത് പുല്ല് മുളച്ചിട്ട് കാണുമ്പോഴൊക്കെ ഞാൻ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും. അപ്പോൾ ആ വൃത്തിയായി കഴിഞ്ഞിട്ടാകുമ്പോൾ അത് കാണുമ്പം ഭയങ്കര ഒരു ഇതാണ് കണ്ടു കഴിഞ്ഞാൽ. എനിക്കെന്തെങ്കിലും ടെൻഷനൊക്കെ വരുമ്പോൾ ഞാൻ വേഗം എവിടെയെങ്കിലും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങലാന്ന്. പണ്ട് സ്കൂളൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ ഏതെങ്കിലും പരീക്ഷയൊക്കെ വരാനാവുമ്പോൾ അതിന് മുമ്പൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ പരീക്ഷേൻ്റെ 3-4 ദിവസം മുമ്പൊക്കെ ഞാനിങ്ങനെ എവിടെയെങ്കിലും ക്ലീൻ ആക്കാനും ഭയങ്കര പണിയിലായിരിക്കും ഞാൻ ഉണ്ടാവുക. ഇപ്പം പിന്നെ വീട്ടിലിരിക്കാൻ തുടങ്ങി നോക്കുമ്പോൾ പിന്നെ അതന്നെ സ്ഥിരമായി. എവിടെയെങ്കിലുമൊക്കെ ഓരോരോ ദിവസമായിട്ട് ഇങ്ങനെ ക്ലീനാക്കി വെക്കും. ഇന്ന് പിന്നെ വർക്ക് ഏരിയയിലെ തട്ടിൻ്റെ ഭാഗമൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകിയിട്ടൊന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ച്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ക്ലീൻ ആക്കുന്നതാണ്. എന്നാലും നമ്മളെപ്പോഴും പെരുമാറുന്നൊരു സ്ഥലമാണ് ഈ വർക്ക് ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പാത്രം വെക്കുന്നതും അതൊക്കെ മൊത്തം മോശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വെക്കലാന്ന്. നമ്മളെല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇതൊക്കെ. പാത്രം കഴുകുന്നതും അടിച്ചു വാരുന്നതും തുടക്കുന്നതും ഒക്കെ. ഇതിലൊന്നും വലിയൊരു പുതുമയൊന്നും ഉണ്ടാകുമൊന്നും ചെയ്യില്ല. പക്ഷെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ക്ലീനിങ് വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അത് കാണാൻ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഒന്ന് എടുത്തു വെക്കുന്നത്. നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ഭയങ്കര കാട് കയറി കിടക്കുന്ന വീട് മൊത്തം ഇതുവരെ ആരും ഉപയോഗിക്കാത്ത വീടൊക്കെ ക്ലീനാക്കുന്ന വീഡിയോസൊക്കെ കാണാറുണ്ട്. ഞാൻ അങ്ങനത്തെയൊക്കെ വീഡിയോസ് കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വൃത്തികേടായി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ക്ലീനായിട്ട് കാണുമ്പോഴുള്ളൊരു സന്തോഷം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനും വിചാരിച്ച് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാകുമെന്ന് കരുതിയിട്ട് അങ്ങനെ എടുക്കുന്നതാണ്. അല്ലാതെ ഇതിലൊന്നും വലിയൊരു കാര്യമൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. അങ്ങനെ അന്നത്തെ ദിവസം എല്ലാം മൊത്തം അടുക്കളയിലുള്ള കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ തുടച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് മൊത്തം എല്ലാം കൂടി ക്ലീൻ ആക്കലാന്ന്. പുറത്ത് നല്ലോണം മഴ പെയ്യുന്നുണ്ട്. അതിനിടയിൽ ഉള്ളിലെ ക്ലീനിങ് നടത്തലാന്ന്. അങ്ങനെ ഇന്ന് മേലെ ഭാഗമെല്ലാം ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ച്. മുകൾ ഭാഗത്ത് ആൾ കിടക്കലൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ദിവസമൊന്നും അടിച്ചു വരലൊന്നുമില്ല. ആദ്യം മുകളിൽ കയറി അടിക്കാനൊക്കെയുള്ള മടി കൊണ്ടാണ് തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും മുകളൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാമെന്ന്. അപ്പോൾ കാണുമ്പോൾ അന്നും വലിയ മണ്ണും പൊടിയൊന്നും ഇല്ലാത്ത പോലെ തോന്നും. പക്ഷേങ്കിൽ മേലയിൽ ടൈൽസ് ഇട്ടതുകൊണ്ട് തന്നെ നല്ല കാട്ടം കാണും. നമ്മൾ മുടിയും അങ്ങനെ പൊടിയും ഒക്കെ ആയിട്ട്. അപ്പോൾ വൃത്തിയായി കഴിഞ്ഞാൽ പക്ഷേങ്കിൽ ടൈൽസ് നല്ല രസമാണ് കാണാൻ. വൃത്തി കേടായാൽ പിന്നെ അതിലോളം വൃത്തികേടൊന്നുമില്ല. അങ്ങനെ തന്നെ ഇതാ കാണുന്നില്ലേ? ഇപ്പോൾ കാണുമ്പോൾ ഒന്നും പൊടിയില്ലാത്ത പോലെ തോന്നും. പക്ഷേങ്കിൽ നല്ല പൊടി ഉണ്ടാവും ഈ ടൈൽസിലാവുമ്പം. ഫുള്ള് മുടിയൊക്കെ വേഗം എടുത്ത് കാണിക്കും.
അപ്പോൾ അത് ക്ലീനാക്കി വെക്കലാന്ന്. അങ്ങനെ മേലിലെ സ്റ്റെയർ കേസും ഒക്കെ അടിച്ചു വാരിയിട്ട് താഴെ ഭാഗം കൂടി അതുപോലെ അടിച്ചു വാരി ഫിനിഷാക്കലാന്ന്. ഇപ്പം മഴയായവരെ ഉമ്മ കണ്ടുപിടിച്ച ഒരു കണ്ടുപിടുത്താന്ന് ചോറ് കുക്കറിൽ വെക്കൽ. ചോറ് മാത്രമാണ് നമ്മൾ അടുപ്പത്ത് വെക്കലുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം കുക്കറിൽ വെച്ചിട്ട് ഇതുപോലെ ചെമ്പിൽ വയ്യൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഊറ്റിയെടുക്കലാണ്. അങ്ങനെ ഉച്ചക്കത്തെ ചോറ് കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും മഴ പെയ്യുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന്. അപ്പോൾ ഏതായാലും മക്കളെയൊക്കെ കുളിപ്പിച്ച് ഞാനും കുളിച്ച് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് സമയം റെസ്റ്റ് ടൈമാണ് ഈ ഒരു സമയം. പിന്നെ മക്കളെ ഉറക്കാൻ നോക്കുന്ന ഒരു പണിയാണ്. അപ്പോൾ ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ ഉറങ്ങൂല. ചിലവരിത് റെഡിയാവും, ചിലവരിത് റെഡിയാവില്ല എന്നൊക്കെ പറയലില്ലേ, അതുപോലെ. അപ്പോൾ ചില സമയത്ത് ഉറങ്ങിക്കിട്ടും, ഇല്ലെങ്കിൽ അവരെ കൊണ്ടുള്ള പണി തന്നെയാണ്. അങ്ങനെ ചെറുത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ചായക്കുള്ള എന്തെങ്കിലും ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് വർക്ക് ഏരിയയിലേക്ക് വന്നതാണ്. അപ്പോൾ ഞാനിന്ന് ഒരു മുട്ട വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടും തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഫുൾ വീഡിയോ ഇതിന് മുമ്പേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ. ഞാൻ ഒരുപാട് റെസിപ്പീസും കാര്യങ്ങളും ഒക്കെ എൻ്റെ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുമോ നോക്കി നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി കാര്യങ്ങളൊക്കെ ഒന്ന് കട്ടാക്കി വെക്കലാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയൊക്കെ റെഡിയാക്കി വെക്കലാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഉള്ളി മസാലയാക്കൂലേ, അപ്പോൾ ഉള്ളി കുറച്ചേ വേണ്ടൂ, ഒരു ചെറിയ ഉള്ളി എടുത്താൽ മതി. എന്നിട്ട് ഉരുളക്കിഴങ്ങ് ഞാൻ ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. മുട്ട അപ്പുറത്ത് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിന് ചെറിയൊരു കളിയുണ്ട്, അതുകൊണ്ട് പിന്നെ അതെടുത്തിട്ട് ഞാൻ ഗ്യാസിൽ വെക്കലാണ് മുട്ട. നമ്മൾ പിന്നെ കുക്ക് ചെയ്യാൻ തുടങ്ങിയാൽ എന്തായാലും ക്ലീനാക്കാൻ കുറേ പാത്രം ഉണ്ടാവും. അപ്പം ഞാൻ അപ്പാടന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് സെറ്റാക്കി വെക്കലാണ്. പിന്നെ ഒന്ന് റൊട്ടി പൊടിച്ചെടുക്കണം. അപ്പം മിക്സിയൊക്കെ ഒന്ന് ഒരു ഉണങ്ങിയ തുണി കൊണ്ട് ഞാനൊന്ന് തോർത്തിയെടുക്കലാണ്. അപ്പോൾ കുറച്ച് ബ്രെഡ് ക്രംസ് തയ്യാറാക്കുന്നുണ്ട്, പൊടിച്ചിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇത് നമ്മൾ ചില വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ബ്രെഡ് ക്രംസ് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുത്താൽ നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും നമ്മൾ ഇത് ഫ്രൈ ആക്കുമ്പോൾ. അപ്പോൾ ചൂടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ചൂടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ചൂടാക്കിയിട്ടൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ മസാല തയ്യാറാക്കലാണ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് പാനിൽ എന്തെങ്കിലും ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഉള്ളിയൊന്നും നല്ലോണം വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് കടിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. പിന്നെ കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കുക. പൊടികളൊക്കെ ഇഷ്ടത്തിന് അനുസരിച്ച് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ സ്നാക്കിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ സ്നാക്കൊക്കെ തയ്യാറാക്കുമ്പോൾ ഉള്ള ശ്രദ്ധിക്കേണ്ട കാര്യം അതുതന്നെയാണ്. ഗരം മസാലയും മല്ലിയില, കറിവേപ്പില ഇവയൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ എന്തായാലും നമ്മുടെ സ്നാക്സിനും കറിക്കായാലും ഒക്കെ കിട്ടുന്നതായിരിക്കും. ഞാനൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് തുടങ്ങിയത് എൻ്റെ സ്കൂളും കോളേജൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലിരിക്കാൻ തുടങ്ങിയത് മുതലാണ്. അന്നേരമൊക്കെ ഓരോരോ പരീക്ഷണങ്ങളായിരുന്നു. അപ്പോൾ എൻ്റെ വക ചിലതൊക്കെ റെഡിയായി കിട്ടും, ചിലതൊക്കെ പാളിപ്പോകലും ഉണ്ട്. അങ്ങനെ സ്വന്തമായിട്ട് ചെയ്തിട്ടാണ് ഇപ്പം കുറച്ച് ഒക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വലിയ കുക്കാണെന്നൊന്നല്ല പറയുന്നത്, പക്ഷെങ്കിൽ ഉണ്ടാക്കിയാൽ കുറച്ചൊക്കെ ടേസ്റ്റ് ഉണ്ടാകും, കുറച്ചൊക്കെ മോശം എന്തെങ്കിലും ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങണം. എന്നാൽ മാത്രമേ നമുക്കൊരു കുക്കിങ്ങിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന എൻ്റെ ഒരു നിരീക്ഷണം. എനിക്കൊക്കെ ആണെങ്കിൽ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് അത് നിർദ്ദേശിച്ച് തരുന്നത് വലിയൊരു ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. മിക്കവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെയാക്ക് ഇങ്ങനെയാക്ക് അതിൻ്റെ ഒന്നും ആവശ്യം എനിക്ക് തോന്നലില്ല. എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും, അത്ര തന്നെ. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് ചെയ്ത് തുടങ്ങുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുക. മറ്റുള്ളവരെ എപ്പോഴൊന്നും ആശ്രയിച്ചിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ നമുക്ക്.
ചെറുപ്പത്തിലൊക്കെ ഉമ്മ കുക്ക് ചെയ്യുന്ന സമയത്തും എന്തെങ്കിലും മീനൊക്കെ കട്ട് ചെയ്യുന്ന സമയത്തും ഞാൻ അരിയെ തന്നെ നിൽക്കും. അപ്പോൾ ഇതിങ്ങനെ കണ്ട് കണ്ട് പഠിക്കും ഇതെന്താണ് എങ്ങനെയാണെന്നൊക്കെ. അങ്ങനെ മിക്ക കാര്യങ്ങളും ഞാനങ്ങനെ ഉമ്മയും ഉത്താത്തയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിനോടൊക്കെയുള്ളൊരു ഇഷ്ടവും കൂടി വേണം, എങ്കിലേ ഇതൊക്കെ നടക്കൂ, അത് വേറെ കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശംസ നമ്മൾ എന്തായാലും ആഗ്രഹിക്കും, നമ്മൾ കുക്ക് ചെയ്തിട്ട് കൊടുക്കുന്നയാൾ. അപ്പോൾ മിക്കവാറും അവസ്ഥ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ അത് വേഗം പറയും, കറിക്ക് ഉപ്പ് കൂടുതലാണല്ലോ, മുളക് കുറവാണല്ലോ എന്നൊക്കെ. പക്ഷേങ്കിൽ അത് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിലോ ആരും ഒന്നും മിണ്ടാതെ തിന്ന് കഴിഞ്ഞിട്ട് പോവും. അപ്പോൾ ഞാൻ എൻ്റെ മാപ്പിളിനോട് ഇങ്ങനെ പറയും, നിങ്ങൾക്കെല്ലാം അന്ന് തിന്നാൻ തന്നാൽ നല്ലതുണ്ടെങ്കിൽ നല്ല പറഞ്ഞൂടെ. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് എന്താണെന്നറിയില്ല, ഇപ്പം തിന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അപ്പാട് പറയാറുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു വാല്യൂ നമുക്ക് കിട്ടണ്ടേ, ഒന്നിക്കില്ല അതിനെ പറ്റിയിട്ടുള്ളൊരു അഭിനന്ദനമെങ്കിലും നമ്മൾ അർഹിക്കുന്നില്ലേ എന്നുള്ളതൊരു വാസ്തവമാണ്. അങ്ങനെ ഞാനിവിടെ സ്നാക്സൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രൈ ആക്കി എടുക്കലാണ്. നമുക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ കട്ട്ലേറ്റും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആക്കുന്നുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യൽ കുറവാണ്. ഇങ്ങനെ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഫ്രൈ ആക്കി എടുക്കലാണ് എപ്പോഴും. എന്തുകൊണ്ടാണെന്നറിയില്ല, പക്ഷെ ഉമ്മ പറയും ഓയിൽ അധികം ഒഴിച്ചിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്. അപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കും. എങ്ങനെ കഴിച്ചാലും പിന്നെ നമ്മളെ വയറ്റിലോട്ട് തന്നെയല്ലേ പോകുന്നത്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. എന്ത് തയ്യാറാക്കി കഴിയുമ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ക്ലീനിങ് മസ്റ്റാണ്, അതില്ലെങ്കിൽ പിന്നെ ആകെ മൊത്തത്തിൽ പെടും. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. അപ്പം ഞാൻ ചായ കുടിക്കലാണ്. മക്കൾക്ക് അപ്പുറത്ത് കൊടുത്തിട്ട് അവരും കഴിക്കുന്നുണ്ട്. പിന്നെ രാത്രി നൂൽപുട്ടും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരേക്കും ബൈ.